2026 നോമ്പ് ധ്യാനങ്ങളുടെ 33 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ കേന്ദ്രബിന്ദു മനുഷ്യ ജീവിതത്തിൽ ദൈവം ദൂരെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മെ കൈയൊഴിഞ്ഞു എന്ന ഒരു അവസ്ഥയിൽ നാം ആയിത്തീരുമ്പോൾ എപ്രകാരമാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് തീർച്ചയായും നോമ്പ് സംബന്ധമായ അന്വേഷണങ്ങളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എങ്കിലും ഇങ്ങനെയുള്ള ആശയങ്ങൾ സാധാരണ നോമ്പ് കാലഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നത് അതിൽ തന്നെ കൗതുകമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിന്ന് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് വിളിച്ച് പറഞ്ഞതായി സുവിശേഷങ്ങൾ നമ്മെ അറിയിക്കുന്നു. അങ്ങനെ യേശു ചെയ്തത് തൻ്റെ വ്യക്തിപരമായ നിസ്സഹായത ധ്വനിപ്പിക്കാൻ മാത്രമല്ല, ഇത് മനുഷ്യജാതിയിൽപ്പെട്ട എല്ലാവരും, സ്ത്രീയും പുരുഷനും ആരുമായിക്കൊള്ളട്ടെ, അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അനുഭവിക്കേണ്ട ഒരവസ്ഥയാണിത്. മനുഷ്യ അവസ്ഥയുടെ അഭേദ്യമായ ഒരു ഘടകമാണിത് എന്നതുകൊണ്ട് അത് തന്നെ ക്രൂശിലെ അനുഭവങ്ങളോട് കൂട്ടിച്ചേർക്കുന്നതിനാണ് യേശു ഇപ്രകാരം 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം ഉരുവിട്ടത് എന്നാണ് എനിക്ക് മനസ്സിലാകുവാൻ ഇടയായിട്ടുള്ളത്. എന്നാൽ യേശു ഇത് 2 തവണ പറഞ്ഞിട്ടുണ്ട് എന്നത് പലരും ശ്രദ്ധിക്കാറില്ല. മണലാരണ്യത്തിലെ അനുഭവത്തിൽ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലും യേശു ഇപ്രകാരം തന്നെ പറയത്തക്ക ഒരവസ്ഥയിൽ ആയിരുന്നിരിക്കണം എന്ന് നമുക്ക് ന്യായമായി ഊഹിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് സുവിശേഷത്തിൽ പറയുന്നില്ല, രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഈ തരുണത്തിൽ ഞാൻ പ്രസ്താവിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് യേശുവിൻ്റെ മണലാരണ്യ അനുഭവങ്ങളിൽ 2 തികച്ചും വ്യത്യസ്തമായ അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ 40 ദിവസമാകമാനം ദൈവത്തോടുള്ള ഏറ്റവും ശ്രദ്ധേയമായ, കേന്ദ്രീകൃതമായ, മറ്റ് യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാത്ത കൂട്ടായ്മ ആചരിക്കുന്നു. എ സ്റ്റേറ്റ് ഓഫ് ഇൻറ്റൻസ് ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. അത് വളരെ പ്രകടമാണ്. കൂടുതലായിട്ട് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ്, അതിനുശേഷം അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി ദൈവം തന്നെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണോ താൻ എന്ന് തോന്നിപ്പിക്കുവാൻ സാധ്യതയുണ്ടാകും. യേശു അങ്ങനെ കരുതിയെന്നല്ല ഞാൻ ഈ പറയുന്നത്. നാം ആരെങ്കിലും യേശുവിൻ്റെ അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടും ദൈവമേ എന്നെ സാത്താൻ പരീക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തല്ലോ എന്ന് തോന്നിക്കുവാൻ ഇടയുള്ളൊരു സാഹചര്യത്തിൽ യേശു ആയിപ്പോയി. അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം നമ്മെ കൈവിട്ട അവസ്ഥയിൽ യേശു ആയിത്തീരുന്നു. 2 വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ദൈവത്തോട് കഠിനമായ കൂട്ടായ്മ, 2 ദൈവം കൈയൊഴിഞ്ഞ അവസ്ഥ. ഇത് 2ഉം കൂടി ചേരുമ്പോൾ മാത്രമേ യേശുവിൻ്റെ മണലാരണ്യ അനുഭവത്തിൻ്റെ പൂർണ്ണരൂപം നമുക്ക് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ലെൻറ്റിലും അല്ലെങ്കിൽ നോമ്പ് സംബന്ധമായ നമ്മുടെ ആത്മീയ അന്വേഷണത്തിലും ഈ 2 ഘടകങ്ങളും ഉൾപ്പെടുത്തണം. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാധാരണ ചെയ്യുന്ന കാര്യമല്ല, എന്നാൽ അത് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ വളരെ മടിച്ചിട്ടാണെങ്കിലും ഈ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവമാണ്, അവസ്ഥയാണ് എന്ന് ഈ തരുണത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 40, 50, 60, 70 വർഷങ്ങളൊക്കെ ജീവിച്ച ആളുകൾ, അവരുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിലെങ്കിലും ദൈവം എന്നെ കൈവിട്ടുപോകും എന്ന് സ്വയത്തോട് ചോദിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ ആരായാലും അപ്രകാരമുള്ള അവസ്ഥയിൽ കടന്നുപോയിട്ടുണ്ട്. മനുഷ്യരാണെങ്കിൽ അപ്രകാരമുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോയേ മതിയാകുകയുള്ളൂ എന്നത് തിരിച്ചറിയുക. അതുകൊണ്ടാണ് നാം ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്ന മർമ്മം സാർവലൗകികമായി മനുഷ്യ അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതും അതുകൊണ്ട്
നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നതുമാണ് എന്ന് ഞാൻ വളരെ ഊന്നി പറയുവാൻ കാരണമായിട്ടുള്ളത്. അപ്പൊ അത് ആ സമയത്തൊക്കെ നാം ദൈവത്തോട് പരാതിപ്പെടും, ദൈവമേ എന്നെ നീ കൈയൊഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ നീ അനുവദിച്ചുവല്ലോ. എന്നാൽ അതേസമയം നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നാം എപ്പോഴും ദൈവത്തോട് ചെയ്യുന്ന പണിയുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു 99% കാര്യങ്ങളിൽ നിന്നും നാം ദൈവത്തെ ഒഴിച്ചു നിർത്തുകയും സാഹചര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ മാത്രം അയ്യോ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ കാര്യമായ ഒരു പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ സാധ്യതകളിലും അവസരങ്ങളിലും ദൈവഹിതം ആരാഞ്ഞല്ല നാം അതിനെ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് സഭയുടെ അവസ്ഥയിൽ കാലാകാലങ്ങളിൽ പൊന്തിവരുന്ന ഒരു പ്രശ്നത്തിൽ പോലും ദൈവഹിതം എന്ത് എന്ന് തുറന്ന മനസ്സോടെ അന്വേഷിച്ച്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ആത്മീകമായ മാനദണ്ഡങ്ങളെ മാനിച്ച് ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയും ഒരു സംഭവവും നിങ്ങൾക്ക് ഓർക്കുവാൻ സാധ്യമല്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബ തർക്കം കേരളത്തെ വളരെയധികം കലുഷിതമാക്കിയിട്ട് നാളേറെയായി. ഈ രണ്ട് സഭയിലും ആരെങ്കിലും ഈ പ്രശ്നം നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിച്ച് അങ്ങ് ഒതുക്കി തീർക്കാം, അല്ലെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മെത്രാൻ പറഞ്ഞു, അദ്ദേഹത്തെ മുടക്കാനും കാലം അധികം എടുത്തില്ല എന്ന് നമുക്കറിയാം. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ആദിമസഭയിൽ സ്ഥിതി ചെയ്തിരുന്ന വളരെ വളരെ ദുഃഖജനകമായ എന്താണ് അനൈക്യത്തിൻ്റെ അവസ്ഥ, ഡിസ്യൂണിറ്റി ഇൻ ദ ഏർലി ചർച്ച്. അങ്ങനെ സഭയ്ക്കുള്ളിൽ വാഗ്വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വളരെ സീരിയസ് ആയി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ പ്രശ്നം നമുക്ക് യേശുവിൻ്റെ പഠിപ്പീരുകളെ ആശ്രയിച്ച് തീർത്ത് കളയാമെന്ന് ആരും പറഞ്ഞാൽ നമ്മൾ ലേഖനങ്ങളിൽ കാണുന്നില്ല. നിങ്ങൾ വായിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ തന്നെ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വരുമ്പോൾ യേശുവിൻ്റെ മരണശേഷം യെരുശലേമിൽ കേന്ദ്രീകൃതമായ ഒരു വലിയ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. അതായത് യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ക്രിസ്ത്യാനികൾ അവർ അനുവർത്തിക്കുന്ന സ്വീകരിക്കുന്ന കാര്യങ്ങൾ യഹൂദന്മാരല്ലാത്ത ബാക്ക്ഗ്രൗണ്ട്, ജെൻറ്റൈൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ സ്വീകരിക്കണമോ? അതായത് ഇപ്പോൾ ആരെങ്കിലും ഈ ജാതികളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായാൽ അവൻ സർക്കംസിഷൻ സഹിക്കണമോ? Should a person from the pagan background who embraces Christianity be subjected to the Jewish practice of circumcision? ഈ ഒരു പ്രശ്നം വളരെയധികം ദോഷം ചെയ്തു എന്ന് നമുക്കറിയാം. എന്നാൽ അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം തീർക്കാനായിട്ട് നമുക്ക് യേശുവിനോടൊന്ന് ചോദിക്കാം എന്ന് ആദിമസഭ പോലും പറഞ്ഞില്ല എന്നത് ഞെട്ടലോടുകൂടെയാണ് ഞാൻ പലപ്പോഴും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും സഭയിൽ കാര്യമായ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ ഈ പ്രശ്നം നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾക്കനുസരിച്ച് തീർത്ത് കളയാം എന്നൊരു നിലപാടെടുത്ത ഒരു സംഭവം നിങ്ങൾക്ക് കാണിക്കാമോ? അപ്പം അതുകൊണ്ട് ദൈവം നമ്മെ കൈവിടുന്നു എന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ, അത് വ്യക്തിപരമായിട്ടാണെങ്കിലും സഭയായിട്ടാണെങ്കിലും, നമ്മൾ അതിൻ്റെ ബഹുഭൂരിപക്ഷം അവസ്ഥകളിൽ നിന്ന് ദൈവത്തെ മനഃപൂർവ്വം ഒഴിച്ചു നിർത്തുന്ന ഒരു സമീപനമാണ്, അവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് അവർക്ക് പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാറ്റിനും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ലഭിക്കുന്ന ക്രിസ്തീയമായ പരിശീലനം, ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന ക്രിസ്തീയമായ പരിശീലനം, അതുപോലെ തന്നെ എല്ലാ മതസ്ഥർക്കും ലഭിക്കുന്ന മതപരമായ പരിശീലനം, the training as Christians, or the Christian training that we get, and the religious training that people of other faiths get. ഇതിലെല്ലാം പൊതുവായിട്ടൊരു ഘടകമുണ്ട്. അതെന്താണ്? നമ്മുടെ ഈ ലോകത്തിലെ പ്രാവർത്തികമായ പ്രശ്നങ്ങൾ ആത്മീകമായ ദർശനത്തോടുകൂടെ കൈകാര്യം ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യണമെന്ന യാതൊരു പരിശീലനവും ആർക്കും ഒരു കാലത്തും ഇന്നും നൽകുന്നില്ല എന്നത് എന്തുകൊണ്ടോ തിരിച്ചറിയുവാൻ ആരും കൂട്ടാക്കുന്നില്ല. നമുക്കിപ്പോൾ ഓർമ്മയുള്ള ഒരു സംഭവമാണല്ലോ, ഛത്തീസ്ഗഡിൽ
ദൗത്യത്തിന് പോയ 2 കന്യാസ്ത്രീകളെ ബജ്രംഗ് ദൾ ഭീഷണിപ്പെടുത്തുകയും അവിടെ നിർബന്ധം കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരുടെ മേൽ കള്ളക്കേസ് ചാർത്തി അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുകയൊക്കെ ചെയ്തപ്പോൾ ആരും ആ സമയത്ത് യേശുവിനെ പറ്റി എന്താണ്, അല്ലെങ്കിൽ ദൈവഹിതം എന്താണ് എന്ന് ആരും അന്വേഷിച്ചില്ല. അമിത്ഷായുടെ ഹിതം എന്താണെന്ന് മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. അവർക്ക് കോടതി ജാമ്യം കൊടുത്തപ്പോൾ നമ്മുടെ മെത്രാന്മാർ പോലും അമിത്ഷായ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞ് അവിടെ നാവ് കുഴഞ്ഞു എന്ന് നമുക്കറിയാം. ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷെ ഇത് പറയുന്നത് ആർക്കും സൂഹിക്കത്തില്ല എന്നും എനിക്കറിയാം. കാരണം സത്യം പലർക്കും സോക്കേടുണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അപ്പം ദൈവം നമ്മുടെ ഒരു പ്രസ്ഥാനങ്ങളിലും കാലുകുത്താൻ നമ്മൾ അനുവദിക്കുകയില്ല. അത് ലൗകികമായ മർമ്മങ്ങൾക്കും ഘടകങ്ങൾക്കും അധികാരങ്ങൾക്കും അനുസരിച്ച് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് താല്പര്യപ്പെടും. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ ആത്മീയ പരിശീലനത്തിൽ ചിലപ്പോൾ ദൈവം തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും നമ്മെ കൈവിട്ടു എന്ന അവസ്ഥയിൽ നാം ആ പ്രതീതി തോന്നിക്കുമാറ് അവസരം ആയിത്തീരുകയും ചെയ്യാൻ അനുവദിക്കുന്നതിൻ്റെ മർമ്മം എന്താണ്? ഇത് വളരെ നാം മനസ്സിലാക്കണം. ആദ്യമായി നാം മനസ്സിലാക്കിയത് യേശുവിൻ്റെ അനുഭവത്തിൽ കൂടെ നോക്കുമ്പോൾ ഈ മണലാരണ്യത്തിൻ്റെ അനുഭവം 2 ഘട്ടം. 1 ദൈവത്തോട് കടുത്ത കൂട്ടായ്മ, 2 ദൈവത്തിൽ നിന്ന് പരിപൂർണമായ അകൽച്ച, സാത്താൻ്റെ നിയന്ത്രണത്തിലായിത്തീരുക. സാത്താനാണ് യേശുവിനെ പരീക്ഷിക്കുന്നത്, അവനെ അവിടെ കൊണ്ടുപോകുന്നത്, ഇവിടെ കൊണ്ടുപോകുന്നത്, ആകുന്ന വിധത്തിൽ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന സമയത്തൊന്നും ദൈവം അതിനെ തടുക്കുകയോ യേശുവിൻ്റെ ചെവിയിൽ മന്ത്രിക്കുകയോ അല്ലെങ്കിൽ സാത്താൻ്റെ കാലിടത്തക്കവണ്ണം കാലെ തട്ടുകയോ ഒന്നും ചെയ്തില്ല. സാത്താൻ അവൻ്റെ ഇഷ്ടം പോലെ യേശുവിനെ പരീക്ഷിക്കാനായുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ മർമ്മം നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ തിരിച്ചുവിടുവാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഉദാഹരണം പരിഗണിക്കും. നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച കാലം ഒന്ന് ഓർത്തിരുന്നാൽ അത് ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചപ്പോൾ ആരെങ്കിലും ആദ്യം നമ്മൾ ചവിട്ടുന്ന സൈക്കിളിൽ പിടിച്ച് തള്ളി നമ്മൾ വീഴാതെ ഇങ്ങനെ കുറേ കൊണ്ട് നടന്ന് ഒരു ഘട്ടം വന്നപ്പോൾ കൈയെടുത്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നാൽ മാത്രമേ ഈ സൈക്ലിംഗ് എന്ന് പറയുന്ന അഭ്യാസത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നമ്മെ സൈക്കിൾ പഠിപ്പിക്കാനായിട്ട് സഹായിച്ച ആള് 50 വർഷം നമ്മൾ ചവിട്ടുന്ന സൈക്കിളിൻ്റെ കാരറെ പിടിച്ചുകൊണ്ട് തന്നെ നടക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ 2 ഘടകങ്ങളും ചേരുന്നതാണ് യേശുവിൻ്റെ മണലാരണ്യ അനുഭവം എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ക്രമീകരണങ്ങൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ കാലാകാലങ്ങളിൽ അനിഷ്ടമായത്, നമുക്ക് പ്രയാസം തോന്നുന്ന അവസ്ഥയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ദൈവികമായ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കുകയും ചെയ്യണം എന്ന് ഈ തരുണത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളരെയധികം പരിശീലനം ലഭിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ പരിശീലനം ലഭിക്കുന്നുണ്ട്. ഓരോ സഭയിലെ അംഗങ്ങൾക്കും ഫെയ്ത്ത് അംഗങ്ങൾക്കും അവരുടേതായ പരിശീലനം ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സത്യസന്ധമായി ഇതൊന്ന് പരിശോധിച്ചാൽ ഈ പരിശീലനം മുഴുവനും സഭയ്ക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഒരു സഭാ മക്കളായി നിങ്ങൾ എങ്ങനെ വളരണം എന്നതിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് നിങ്ങൾക്ക് പരിശീലനം ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ ജീവിക്കുന്നത് ലോകത്തിലാണ്. വിശാലമായ ലോകത്തിൽ നിങ്ങൾ വസിക്കുമ്പോൾ എപ്രകാരമാണ് ദൈവമക്കളായി നിങ്ങൾ ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്, നിലപാടുകൾ എടുക്കേണ്ടത്, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിക്കേണ്ടത്, എപ്രകാരമാണ് പ്രയാസങ്ങളും വെല്ലുവിളികളും വരുമ്പോൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു പരിശീലനവും നമുക്ക് ലഭിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയുടെ ആ കോമ്പൗണ്ട് വിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ അവർ എത്ര ബലഹീനരായിട്ടാണ് ആ അവസ്ഥയിലേക്കായി പോകുന്നത് എന്ന് തിരിച്ചറിയാൻ ആരും കൂട്ടാക്കുന്നത്. മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു സംഭവം പറയാം. ഏതാനും നാളുകൾക്ക് മുൻപ്
എനിക്ക് വളരെ പരിചയമുള്ള, ഞാൻ വിലമതിക്കുന്ന ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടർ, അവരുടെ ഏക മകൻ വെളിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി. വളരെ ഭയഭക്തിയോടെ എൻ്റെ മകനെ വളർത്തിയ അമ്മ ഹൃദയം പൊട്ടി എന്നോട് ഫോണിൽ കൂടെ പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ ഇപ്രകാരമൊക്കെ വളർത്തി, പക്ഷേ അവൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന ശേഷം ആകെപ്പാടെ വലിയ മറുതലിപ്പിൽ, അവനിപ്പം യേശുവിൻ്റെ പേര് കേട്ടാൽ ദേഷ്യമാണ്, അവനിപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ നടക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഉത്തരം ഇതാണ്, അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിത്തീർന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? വീടിൻ്റെ പരിസരം വിട്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി ഇതുവരെ അനുഭവിച്ചറിഞ്ഞ അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സ്വാധീനങ്ങൾ ഒരു വ്യക്തിയുടെ മേൽ പതിക്കുമ്പോൾ ആ അവസ്ഥയെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്നൊരു കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്ന, ഒരു യുവാവിനെയോ യുവതിയോ പരിശീലിപ്പിക്കുന്ന യാതൊരു സംരംഭവും നമ്മുടെ ഒരു ഭവനത്തിലും ഒരു സഭയിലുമില്ല എന്നത് വലിയ അപകടമേറിയ ഒരവസ്ഥയാണ്. അത് തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ട്. ഈ നോമ്പ് കാലത്തെങ്കിലും അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് യേശു പഠിപ്പിച്ച നല്ല ശമരിക്കാരൻ്റെ ഉപമ. അവിടെ പുരോഹിതൻ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് മുഖം തിരിഞ്ഞ് നടന്നുപോയി എന്ന് പറയുമ്പോൾ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വിശാലമായ ലോകത്ത് മനുഷ്യന്റെ വിവിധമായ അനുഭവങ്ങളോട് എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു പരിശീലനവും ഈ പുരോഹിതന്മാർക്ക് ആർക്കുമേ ഇല്ല. അവർ പള്ളിയുടെ 4 ഭിത്തിക്കുള്ളിൽ കിടന്ന് തിരുവാതിര കളിക്കുന്നതല്ലാതെ ലോകം എന്താണെന്നോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ അതിൻ്റെ സാധ്യതകൾ എന്താണെന്നോ അവയെ അഭിമുഖീകരിക്കേണ്ടത് എപ്രകാരം തങ്ങളെ തന്നെ സജ്ജമാക്കണമെന്നോ കരുതുകയോ അപ്രകാരം പരിശീലിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു പുരോഹിത വർഗവും ഒരു മതത്തിലുമില്ല എന്ന് ദയവായി തിരിച്ചറിയുക. ഇതൊക്കെ വളരെ വളരെ പ്രമാദമായ പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. അപ്പൊ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നാം ധരിക്കുന്നതിൻ്റെ കാര്യം, ഞാൻ സൈക്കിൾ പഠിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പോലെ, we assume that God will push our bicycle and the bicycles of our children always. നമ്മൾ ചവിട്ടുന്ന സൈക്കിളിൽ ദൈവം എപ്പോഴും ഉന്തിക്കൊണ്ടേയിരിക്കും. നമുക്കതുകൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കണ്ട, ദൈവം നോക്കിക്കോളും. അപ്പൊ എവിടെ പോയാലും എൻ്റെ സൈക്കിൾ ഉന്തുക എന്നതാണ് ദൈവത്തിൻ്റെ ചുമതല. ഇപ്രകാരം ബാലിശമായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്, പരിശീലനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ വലിയ അപാകതയും അപക്വതയും അപകടവും ഉണ്ട് എന്ന് ദയവായി തിരിച്ചറിയാം. അപ്പോൾ നാം ഈ ലെൻഡിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതമാകുന്ന സൈക്കിൾ നമ്മൾ ചവിട്ടുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിൽ നിന്ന് കൈയെടുക്കേണ്ട ആവശ്യം ഉണ്ട്. അത് നമ്മുടെ ഗുണത്തിനാണ്. കാരണം എന്നാൽ മാത്രമേ നാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പക്വതയുടെ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എപ്പോഴും ദൈവം നമ്മെ ഉന്തിക്കൊണ്ട് നടക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പാരസൈറ്റ്സായി, ഇത്തലുകളായി, അല്ലെങ്കിൽ പക്ഷപാത രോഗികളായി ആരെങ്കിലും ചുവന്നുകൊണ്ട് നടക്കുന്നത്, ദൈവം ചുവന്നുകൊണ്ട് നടക്കുന്നത് ശരീരങ്ങൾ മാത്രമാണെന്നാണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ വണ്ടി ഉന്തിക്കോ ദൈവമേ, നീ എന്താണ് എൻ്റെ വണ്ടി ഉപേക്ഷിച്ചത്, ഇതാ തെള്ളിക്കോ എന്ന അവസ്ഥയിലാണ് നാം കഴിയുന്നത്. ഈ ഒരു അപഹാസ്യമായ, പരിതാപകരമായ, മർമ്മഭേദകമായ അവസ്ഥയുടെ പാപ്പരത്വം മനസ്സിലാക്കാൻ ഈ നോയമ്പുകാല അവസ്ഥ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഴത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും യേശു തൻ്റെ മണലാരണ്യ അനുഭവത്തിൽ ഇപ്രകാരമുള്ള മനുഷ്യ ജീവിത അവസ്ഥയോട് എപ്രകാരമാണ് മനുഷ്യൻ പ്രതികരിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് വളരെ വ്യക്തമായി തിരിച്ചറിയുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. കാരണം അതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. നമുക്കറിയാം, പള്ളിയുടെ വളപ്പിനകത്ത് ഇരിക്കുവാനും നടക്കുവാനും പ്രത്യേകിച്ച് ഒരു പരിശീലനം വാസ്തവത്തിൽ ആവശ്യമില്ല. നമുക്ക് പരിശീലനം വേണ്ടത് ഈ ലോകത്തിൽ നാം എപ്രകാരം ദൈവമക്കളായി സ്ഥിതി ചെയ്യാനും പ്രവർത്തിക്കാനും സാധിക്കും, അപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെ എപ്രകാരം വളർത്തേണ്ടത്, അതിനാവശ്യമായ ആത്മീയവും ആന്തരികവുമായ ശക്തി, പ്രാപ്തി നാം എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്
ഇപ്രകാരമുള്ള കാര്യങ്ങളിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ പരിശീലനം വേണ്ടത്. പക്ഷേ അവിടെ നമുക്ക് വട്ടപൂജ്യം പരിശീലനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് യേശു വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്. നിങ്ങളുടെ സൈക്കിള് നിങ്ങൾക്ക് 90 വയസ്സായി നിങ്ങൾ കുഴിയിൽ വീഴുന്നവരെ ഉന്തുക എന്നതല്ല എൻ്റെ ജോലി. നിങ്ങൾക്ക് നട്ടലുണ്ടാകാനും നിങ്ങൾക്ക് സ്വന്തമായ സൈക്കിൾ ഓടിക്കാനുള്ള പക്വത ഉണ്ടാക്കുവാനുമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നുവെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വണ്ടി തള്ളി അന്ത്യം വരെ നിൽക്കണമെന്ന് നിങ്ങൾ ദയവായി പറയരുത്. അതല്ല നിങ്ങളെ പറ്റിയുള്ള ദൈവഹിതം ദയവായി മനസ്സിലാക്കുക. ഇതെല്ലാം യേശു തൻ്റെ മണ്ഡലാരണ്യ അനുഭവത്തിൽ കൂടെ തിരിച്ചറിഞ്ഞതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി നിങ്ങൾ തന്നെ ചവിട്ടി മുൻപോട്ട് പോകണം. നിങ്ങൾ പക്വത പ്രാപിക്കണം, ബിക്കം മെച്യൂർ എന്ന ഒരു ഉത്ബോധനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് ഇനിയും താലന്തുകളുടെ ഉപമയൊന്ന് ഓർത്തെടുത്താൽ അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. തൻ്റെ ദാസ്യന്മാർക്ക്, വേലക്കാർക്ക് താലന്തുകൾ ഏൽപ്പിച്ച ശേഷം യജമാനൻ ദൂരദേശത്തേക്ക് പോകുകയാണ്. കാരണം അങ്ങനെ ദൂരദേശത്തേക്ക് പോയാൽ മാത്രമേ ഓരോ വേലക്കാരനും അവനവൻ്റെ സ്വഭാവ ഗുണം അല്ലെങ്കിൽ ആത്മീയമായ ഗുണം അനുസരിച്ച് അവനെ ഏൽപ്പിച്ച താലന്തുകൾ പ്രയോജനപ്പെടുത്തി അവൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അല്ലാതെ താലന്ത് കൊടുത്തിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് യജമാനൻ നിന്നാൽ അവൻ്റെ അവസ്ഥ എന്തായിത്തീരും? ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ അനിവാര്യമാണ് എന്ന് മാത്രമല്ല, അത് അത്യാവശ്യമാണ്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പരിശീലനം നമുക്ക് ആവശ്യമാണ്. അതിനോടനുബന്ധമായി അല്ലെങ്കിൽ അതിനോട് അനുകൂലമായി അത് സംബന്ധമായി വളരേണ്ട ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വളർച്ചയുടെ കാലഘട്ടമായി 2026-ാം ആണ്ടിലെ നോമ്പ് അനുഭവങ്ങൾ അച്ചടക്കം നമുക്ക് ഗുണം ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ അവസ്ഥയുടെ നിജസ്ഥിതി എന്താണ് എന്ന് വെളിപ്പെട്ടു വരുന്നത് നാം ഞായറാഴ്ച തലയിൽ മുണ്ടിട്ട് പള്ളിക്കകത്തിരിക്കുമ്പോഴല്ല, ബാറയ്ക്ക് മുറൻ അടിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ കുന്തിരുക്കം പുകച്ച് മൂക്കിൽ തുമ്മൽ വരുമ്പോഴല്ല, നാം ഈ ലോകത്തിലായിരിക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് സഹായിയാണെന്ന് യേശു പറയുമ്പോൾ ആ സഹായം നമുക്ക് ആവശ്യമുള്ളത് പള്ളിക്കകത്തല്ല, ദയവായി മനസ്സിലാക്കുക, ഈ വിശാലമായ ലോകത്തിലാണ്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത് മനുഷ്യരെ പട്ടിയെ പോലെ കുരയ്ക്കാനോ എരുമയെ പോലോ അമറാനോ പ്രേരിപ്പിക്കുന്ന ഒരു വസ്തു ഒരു ഘടകമായിട്ടുള്ള, പിന്നെയോ എല്ലാ മനുഷ്യരെയും ഈ ലോകത്തിൽ ആത്മീയമായി ദൈവമക്കളായി നിലകൊള്ളുവാനും പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും ശക്തീകരിക്കുന്ന ഏറ്റവും വിലയേറിയ ഒരനുഗ്രഹമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാകുവാൻ ഇടയായിട്ടുള്ളത്. പക്ഷെ നാം പരിശുദ്ധാത്മാവിനെ പള്ളിയുടെയും പെയ്ത്തോമിൻ്റെയും ഒരു കോണിൽ ഒതുക്കിയിരിക്കുകയാണ്. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എവിടെയാണ്? മത്ബഹായിലാണ്. അവിടെയാണ് മെത്രാനോ കത്തനാരോ വിരൽ വിറപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ബാക്കി എങ്ങും പരിശുദ്ധാത്മാവില്ല. മെത്രാൻ്റെയോ കത്തനാരുടെയോ വിരൽ വിറച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. ഇങ്ങനെയുള്ള അപഹാസ്യമായ സങ്കല്പങ്ങളിൽ കൂടെയാണ്, വെറും പൊട്ടത്തരത്തിൽ കൂടെയാണ് നമ്മെ നാളിതുവരെ വളർത്തിയിട്ടുള്ളത് എന്ന് ദയവായി മനസ്സിലാക്കി. ഇനി ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് ഒരു സംഭവം കൂടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്കറിയാം, യേശു തന്റെ ശിഷ്യന്മാരുമായി ഗലീല കടൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറും കൂളും വന്നു, പടക് മുങ്ങാറായി. ആ ഒരു സംഭവം അത് യേശു പിന്നെ കടലിനെയും കാറ്റിനെയും ശാസിച്ച് അതിനെ ശാന്തമാക്കുന്ന സംഭവം സുപരിചിതമാണ്. കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ട ആവശ്യം. അപ്പോൾ അതിന് 2 പ്രത്യേകമായ മുഖങ്ങളുണ്ട്, വശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന്, അലറുന്ന കടൽ, ചൂളം വിളിക്കുന്ന കൊടുങ്കാറ്റ്. അതിൻ്റെ മധ്യത്തിൽ മർക്കോസിൻ്റെ വേർഷൻ നോക്കിയാൽ അതിൻ്റെ മധ്യത്തിൽ തലയിണയിൽ തല വെച്ച് സുഖമായി ഉറങ്ങുന്ന ക്രിസ്തു. യേശു അവിടെ ഇല്ല എന്ന വിധത്തിൽ ഉറക്കമാണ്. ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസ്, ആകപ്പാടെ നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ വേവെള്ളം തൂറ്റുകയാണ്. പക്ഷെ യേശുവോ അവൻ തലയിണയിൽ തല വെച്ച് സുഖമായി ഉറങ്ങുകയാണ്.
അതിലെന്തെങ്കിലും മർമ്മമുണ്ടായിരിക്കുന്നതിന് വല്ല സംശയമുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ശ്രദ്ധ പതിക്കുന്നത് ഈ അലറുന്ന കടലും അതിൻ്റെ മധ്യത്തിൽ സുഖമായി ഉറങ്ങുന്ന ക്രിസ്തുവും. എന്നാൽ ഇതിൻ്റെ രണ്ടും മധ്യത്തിൽ വേവെള്ളം തൂറ്റുന്ന തൻ്റെ ശിഷ്യന്മാരും. മനോഹരമായ ഒരു ചിത്രീകരണമാണ്. രണ്ടാമതായി മനസ്സിലാക്കുന്നത് യേശു ഉണർന്നവരെ ശകാരിക്കുന്നതാണ്. അല്പവിശ്വാസികളെ എന്നവരോട് പറയും. എന്താണ് ഈ വിശ്വാസം? വിശ്വാസം എന്നതിൻ്റെ നല്ല ഒരു തിരിച്ചറിവ്, ഒരു നിർവചനം അവിടെയുണ്ട്. ഈ ലോകത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവബോധത്തെ കൂടുതൽ ശക്തമായി നിലനിർത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന അതുല്യമായ ശക്തിയുടെ പേരാണ് വിശ്വാസം എന്നത്. നാം സാധാരണ വിശ്വാസത്തെ മനസ്സിലാക്കിയിരുന്നത് വിശ്വാസികളാൽ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ പിന്നെ കൊടുങ്കാറ്റടിക്കത്തില്ല എന്നാണ്. അങ്ങനെയല്ല. കൊടുങ്കാറ്റടിച്ചാലും ആ കൊടുങ്കാറ്റിലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമുണ്ട്. അതിനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവിൻ്റെ നാം പരമാവധി പ്രയോഗിച്ച് അതുകൊണ്ടും പോരായെങ്കിൽ തീർച്ചയായും ദൈവം ഇടപെടും എന്ന ആ തിരിച്ചറിവാണ്. അല്ലാതെ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ കടലിൽ പോകത്തില്ല, എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ കടലിൽ പോയാലും അവിടെ കൊടുങ്കാറ്റടിക്കരുത്, എനിക്ക് വേണ്ടി ലോകത്തിലെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതണം എന്ന് പറയുന്നത് വിശ്വാസമല്ല, അത് അന്ധവിശ്വാസമാണ്, സൂപ്പർസ്റ്റിഷനാണ്. അപ്പൊ ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ പടകിൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ നാം തകർന്ന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഈ അവസ്ഥയെ, ഈ തകിടം മറിച്ചിലിനെ, ഈ അഭീവലിനെ തരണം ചെയ്യാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം. ആ അവസ്ഥയാണ് ആത്മീയമായ അവസ്ഥ. ആ വിധത്തിൽ മനുഷ്യരെ പരിശീലിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ കാലത്ത് ആത്മഹത്യ. ചെറിയൊരു കാര്യം വരുമ്പോൾ ആളുകൾക്ക് ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒന്നും പിടിച്ചു നിൽക്കാനുള്ള പരിശീലനം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീയമായ മർമ്മങ്ങൾ നാം കൂടുതൽ പ്രാധാന്യത്തോടെ വ്യക്തമായി തിരിച്ചറിയേണ്ട ആവശ്യം ഇപ്പോൾ പൂർവാധികമായി ഉണ്ട് എന്ന് ഞാൻ സർവശക്തിയും ഉപയോഗിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് യേശു മരുഭൂമിയിൽ അനുഭവിച്ചതുപോലെ തന്നെ നമ്മളും ഇപ്രകാരമുള്ള പരീക്ഷ അനുഭവിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പരീക്ഷിക്കപ്പെടുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം നമ്മെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ നാം ഇവിടെ എങ്ങനെയോ ഒരു കുമിള പോലെ പൊന്തി വന്നു, അല്ലെ കൂണ് പോലെ പൊന്തി വന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ പറയുന്ന ഒരു കാര്യവും അർത്ഥവത്തായി തോന്നുകയില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ മാറ്റ് അളക്കപ്പെടുന്നത് പള്ളിക്കകത്തല്ല, ഈ ലോകത്തിൽ തന്നെയാണ്. ആ അവസ്ഥയിലാണ് നമ്മുടെ ആത്മീയമായ കുബേരത്വം അല്ലെങ്കിൽ പാപ്പരത്വം എന്താണ്, എപ്രകാരമാണ് എന്ന് നാം തിരിച്ചറിയുന്നത്. യേശു 40 ദിവസം കൂട്ടായ്മ ആചരിച്ച ശേഷം അവൻ്റെ ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ മാറ്റം അളക്കപ്പെടുന്നത് ഈ അവസ്ഥയിലാണ്. നാം ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലാണ്. ദൈവം തന്നെ കൈവിട്ടു എന്ന അവസ്ഥയിലാണ്. സാത്താൻ മാത്രം, സൈറ്റൻ ഈസ് ഇൻ ഫുൾ കൺട്രോൾ. ആ അവസ്ഥയിലാണ് അവൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആരാണ് ആത്മാവിൽ ദരിദ്രരായവർ? ആരാണോ അവരുടെ ആത്മീയമായ അവസ്ഥ എന്ത് എന്ന് സത്യത്തിൽ തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ട് ഏത് വിധത്തിൽ, ഏത് പ്രകാരത്തിൽ ആണ് തങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വം ഇനിയും വളർത്തിയെടുക്കേണ്ടത്, ശക്തി പ്രാപിക്കേണ്ടത് എന്ന് തിരിച്ചറിയുകയും അപ്രകാരം അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി എല്ലാ ശക്തിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും പ്രാപിക്കുന്ന ആത്മീയമായ വളർച്ച അത് വലിയ വലിയ സന്തോഷത്തിന്, അനുഗ്രഹത്തിന് നിദാനമായി തീരും എന്നതാണ് ഭാഗ്യവചനങ്ങളിൽ യേശു പറയുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അങ്ങനെ നമ്മുടെ ആത്മീയമായ അവസ്ഥയുടെ പാപ്പരത്വം, ക്ഷാമം, പട്ടിണി മനസ്സിലാക്കിയാൽ മാത്രമേ
അതിന് പരിഹാരം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് എന്നും ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ആ വിധത്തിൽ അന്വേഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നാം കൂട്ടാക്കുകയും ചെയ്യത്തുള്ളൂ. നമുക്കറിയാം, കുട്ടികളോട് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുട്ടികളെ പരിശീലിപ്പിക്കാൻ വലിയ സന്തോഷമാണ്, താല്പര്യമാണ്. അപ്പോൾ അവരെ നിങ്ങൾ ആദ്യം ഒരു കഥ വായിച്ചു കേൾപ്പിച്ചു, ഒരു സ്റ്റോറി ബുക്ക് വായിച്ചു കേൾപ്പിച്ചു. അത് അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. കഥ കേൾക്കാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഉടനെ ഒരു പ്രശ്നമുണ്ടാകും. എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് പിന്നെ ആ പുസ്തകം മാത്രം വായിച്ചാൽ മതി. ഒരേ പുസ്തകം 10 തവണ 20 തവണ 30 തവണ വായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അത് ചാബല്യമാണ്, ബാലിശമായ കുട്ടികൾക്കുള്ള ശൈശവ സംബന്ധമായ ഒരു ചാബല്യമാണ്. എന്നാൽ മതജീവിതത്തിൽ ഈ ചാബല്യമാണ് ഏറ്റവും വലിയ ഭക്തിയായി നാം മനസ്സിലാക്കുന്നത്. ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ച് കടന്ന നാളുകളിൽ എപ്പോഴും കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ വന്ന ആളുകളിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിരുന്ന പരാതി, ഞങ്ങൾ പ്രതീക്ഷിച്ചതൊന്നും അല്ല താങ്കൾ പറഞ്ഞത്, ഞങ്ങൾ ഇന്നത് കേൾക്കാനാണ് വന്നത്, യേശുവാണ് ലോകരക്ഷകനെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാനിവിടെ ചോദിക്കാം, നിങ്ങൾക്ക് അറിയാമോ? അറിയാം. പിന്നെ ഞാനിതിനാ പറയുന്നത്, അല്ല, അന്ന് കേൾക്കുന്ന ഒരു സുഖം. ഇത്ര മാത്രമേ നമ്മുടെ കൺവെൻഷനുകളിലുള്ളൂ എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. കേട്ടത് മാത്രം കേട്ട് ചാകുന്നത് വരെ ഒരേ കാര്യം മാത്രം കേൾക്കാനാണ് ആളുകൾ വരുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ കൺവെൻഷനുകൾ യഥാർത്ഥത്തിൽ ദൈവവചനം ജനം അറിയുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്നു എന്നത് ദയവായി മനസ്സിലാക്കുക. Our opportunities to know the word of God is killed by our conventions. ഞാനത് കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ മണലാറിൻ്റെ അനുഭവത്തിലെ ആദ്യത്തെ പരീക്ഷയായ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ യേശു പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈ ഷുഡ് ബി ലിവ് ബൈ ദ വേർഡ്? നാം വചനം കൊണ്ട് എന്തുകൊണ്ട് ജീവിക്കണം? വചനത്തിന്റെ ഉദ്ദേശം എന്താണ്? നാം വചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അത് വളരെ വളരെ വിചിത്രമായ ഒരു കഥ തന്നെയാണ്. ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് ഏവർക്കും പരിചിതമാണ്. ഇത്രമാത്രം കൗതുകമേറിയ വശങ്ങൾ അതിലുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും അറിയണമെന്നല്ല പറയുന്നത്, അങ്ങനെ ജീവിക്കണം, അതിനനുസരിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അറിവ് അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതിൽ കൂടെ നാം വളർച്ച പ്രാപിക്കുന്നു. നമുക്ക് വളർച്ച പ്രാപിച്ചോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അത് പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇരുന്ന് അറിയാനൊക്കത്തില്ല. അത് ലോകത്തിന്റെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായപ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വന്ന വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ്. അവൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്നു. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യം, ഈ കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ഈ കോളേജിൽ വലിയ പണക്കാർക്കും സ്വാധീനമുള്ളവർക്കും അവരുടെ മക്കൾക്കും വേണ്ടി മാത്രമാണ്, അങ്ങനെ നിയമമില്ലെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ 1971 മുതൽ ആ കോളേജ് കണ്ടതിനാണ്. എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചിട്ടൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ ദർശനമായ ദരിദ്രർക്ക് ഉള്ള സുവിശേഷം വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുമോ? അതെങ്ങനെയാണ് സാധിക്കേണ്ടത്? അപ്പോൾ ആ ഒരു അന്വേഷണം ആരംഭിച്ചപ്പോൾ സംഭവിച്ചത് ഒരു ചരിത്രം തന്നെയാണ്. ഞാനൊരു പുസ്തകമായിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ Amazon.com പോയി ഓൺ എ സ്റ്റോമി കോഴ്സ് എന്ന പുസ്തകം വായിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം എനിക്കറിയാം, നാം ഈ ലോകത്തിൽ വന്നത് ദൈവഹിതം അനുസരിച്ചാണ്. പ്രത്യേകമായ ഉദ്ദേശങ്ങളോടുകൂടെയാണ് നാം ഇവിടെ ആക്കപ്പെട്ടിരിക്കുന്നത്. അത് നിർവഹിക്കത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നാണ് നമ്മുടെ ഏറ്റവും പ്രാധാന്യമർപ്പിക്കുന്ന കടമ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ സൽഗുണ പൂർണ്ണരാകുക. കാരണം ദൈവഹിതം നിർവഹിക്കാൻ ഉതകുന്ന
ഉപകരണങ്ങളായി നാം തീരണമെങ്കിൽ നാം സൽഗുണപൂർണരായിരിക്കണം. ആ സൽഗുണ പൂർണ്ണത പ്രാപിക്കാനായിട്ട് നമുക്കുള്ള ആഹാരമാണ് ദൈവത്തിന്റെ വചനം. അത് മാന്ത്രികമായി ഉപയോഗിക്കേണ്ട കാര്യമല്ല. ഇറ്റ്സ് അവർ സ്പിരിച്വൽ ഫുഡ് ടു ഹെൽപ്പ് us attain സ്പിരിച്വൽ പെർഫെക്ഷൻ. ആ ഒരു അനുഭവം ഇല്ലാതെ നമുക്ക് വചനവുമായി യഥാർത്ഥത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട കടമയാണ്. അതുകൊണ്ട് ഇപ്രകാരം നമുക്ക് ആത്മീകമായ പക്വത പ്രാപിപ്പാൻ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ, യേശു മനോരാരണ്യത്തിലായിരുന്ന അവസ്ഥയിൽ ദൈവം എന്നെ കൈവിട്ടോ, എൻ്റെ സൈക്കിളിൻ്റെ കാരിയറിൽ നിന്ന് ദൈവം കൈയെടുത്തോ, ഞാൻ തന്നെ ഇത് ചവിട്ടണോ എന്ന ഒരവസ്ഥയിലായി തീർന്നാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ, ഈ ഒരു മർമ്മം ഈ നോമ്പ് കാലത്ത് ചിന്തിക്കുകയും അതിൻ്റെ പ്രാവർത്തികമായ മുഖങ്ങൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ തിരിച്ചറിയുക, നമ്മുടെ ജീവിതം എപ്പോഴും ഒന്നുപോലെ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ദൈവം എന്നെ ഉള്ളം കയ്യിൽ വഹിച്ചുകൊണ്ട് നടന്നോളും എന്നാരും വിചാരിക്കരുത്. അത് നമുക്ക് നല്ല കാര്യമേ അല്ല. ചില അവസരങ്ങളിൽ നമ്മെ ദൈവം കൈവിട്ടു എന്ന അവസ്ഥയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. കാരണം ആ തരുണത്തിൽ മാത്രമേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്നും എപ്രകാരമാണ് നാം നമ്മെ തന്നെ ഇനിയും മുൻപോട്ട് വളർത്തേണ്ടതെന്നും സജ്ജീകരിക്കേണ്ടതെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയുള്ളൂ, കരുതുവാൻ കൂട്ടാക്കുകയുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കുക. ആ അവസ്ഥയാണ് യേശു മനോരാരണ്യത്തിൽ അനുഭവിച്ചത്. അത് നമ്മുടെ നോമ്പുകാല വിഭാവനയുടെ ഒരു പ്രധാനപ്പെട്ട ഊന്നലായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇതുവരെ നിങ്ങൾ ഈ എൻ്റെ വീടിന് സമീപമുള്ള റോഡ് നന്നാക്കുന്ന പ്രക്രിയയിൽ കൂടെ നിരന്തരം പൊന്തി വന്ന അസഹനീയമായ ശബ്ദം സഹിച്ചതിനോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.